പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിനത്തിലെ ഈ ദിവസം വലിയൊരു അഭിഷേകം കർത്താവ് ഈശോ പാടുപീടുകളാൽ വീണ്ടെടുത്ത രക്ഷയുടെ അനുഭവം ഈ വെള്ളിയാഴ്ച ദിനത്തില് നിങ്ങൾക്ക് അനുഭവമാകട്ടെ. ഇന്ന് ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സഖറിയ പ്രവചനം 1:17. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? വീണ്ടും വിളിച്ചു പറയുക, എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറുസലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിയ സഹോദരങ്ങൾ ഐശ്വര്യ അടുത്തുകൂടെ പോയിട്ടില്ല. അതുപോലെ വലിയ ദുഃഖത്തിലായിരിക്കുന്ന അവസ്ഥ, അതുപോലെ നമുക്കൊരു നന്മ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഈ വചനം കാണാപ്പാടം പഠിക്കണം. ഏതാ വചനം? സഖറിയ 1:17. എന്നിട്ട് ഹൃദയം കൊണ്ട് പറയണം, വീണ്ടും വിളിച്ചു പറയുക. വീണ്ടും പറയാണ്, എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യം പ്രാപിക്കും, കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറുസലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രതികൂലത്തിൽ നിന്ന് ഈ വചനം ആവർത്തിച്ച് പറയുക. നിങ്ങൾക്ക് പിന്നീട് ഒരു അച്ഛൻ ഒരു ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, അച്ഛൻ എന്ന് പറഞ്ഞില്ലേ, വചനം പറഞ്ഞില്ലേ അച്ഛാ, ആ വചനം സത്യമാണ്. ഞങ്ങൾ അതുപോലെ പ്രതികൂലത്തിലായിരുന്ന സമയത്ത് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വചനത്തിന്റെ അഭിഷേകം, വചനത്തിന്റെ വിടുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ദൈവശക്തി നിങ്ങളിൽ നിറയട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.